എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് ശരിയാണോ തെറ്റാണോ വലിയ ചർച്ചയാണ് നടക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ നിയമവശത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഭരണഘടനാപരമായ പ്രശ്നങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിഷയം, അത് നിയമോപദേശം കിട്ടുന്നതനുസരിച്ച്. ഇപ്പം മറ്റൊരു കാര്യം കൂടി നമ്മൾ അറിയുന്നു. വാസുകി IAS എന്ന് പറയുന്ന സെക്രട്ടറിയാണ് ഇത് ഒപ്പിട്ടിരിക്കുന്നത്. സെക്രട്ടറി പെടും. കാരണം നിയമപരമായി ആരെങ്കിലും നീങ്ങിയാൽ സെക്രട്ടറിക്ക് ബുദ്ധിമുട്ട് വരും. എന്തെന്നാൽ ആ ഫയലിൽ, ഏത് ഫയലിൽ, PM ശ്രീക്ക് ഒപ്പിട്ട ഫയൽ, അതിന് ഫയലുണ്ടാവുമല്ലോ, കാരണം ഫയലില്ലാതെ ഒപ്പിടാൻ പറ്റത്തില്ലല്ലോ. ഒരു ഫയലുണ്ട്, ആ ഫയലിൽ ഒരു നോട്ട് കിടപ്പുണ്ട്. എന്താണ് ഫയൽ നോട്ട്? നിയമവകുപ്പിൻ്റെ ഒരു കമൻ്റ് ഉണ്ട് അതിനകത്ത്. നിയമവകുപ്പ് കൊടുത്തിരിക്കുന്ന കമൻ്റ്, ഇത് നയപരമായ തീരുമാനമായതിനാൽ, നയപരമായ വിഷയമായതിനാൽ നയപരമായ തീരുമാനമുണ്ടാകണം. നയപരമായ തീരുമാനമുണ്ടാകണമെന്ന് പറഞ്ഞാൽ അത് ക്യാബിനറ്റിലേക്ക് പോകണം. പോളിസി മാറ്റർ ക്യാബിനറ്റിലേക്ക് പോകണമെന്നാണ്. ഇനി വേറൊരു കാര്യമുണ്ട്, വാസുകി IAS ഇത് ഒപ്പിടാൻ പാടില്ലായിരുന്നു. അവർ ഒപ്പിടുന്ന മുമ്പേ മന്ത്രിയോട് പറയണമായിരുന്നു, സാർ ഇത് ഒപ്പിടാൻ പറ്റില്ല, കാരണം ക്യാബിനറ്റിലേക്ക് ഡെഫർ ചെയ്തതാണ് 2 പ്രാവശ്യം. ഇനിയും ക്യാബിനറ്റിലേക്ക് പോയൊരു കാര്യം, നയപരമായ തീരുമാനം വേണമെന്ന് ഫയലിൽ എഴുതിയിരിക്കുന്ന സാഹചര്യത്തിൽ, ഇനി മലയാളത്തിൽ ഫയലായതുകൊണ്ട് ഇവർ തമിഴാണോ എന്ന് അറിയത്തില്ല, വാസുകി IASന് തമിഴാണോ അതോ മലയാളിയാണോ, എന്തായാലും അവർ ഫയൽ പഠിച്ചില്ല എന്നുള്ളത് വളരെ കറക്റ്റാണ്. കാര്യം ഫയലിൽ പിറകിലോട്ടുള്ള നോട്ടിൽ കിടക്കുന്നു. അത് ചാനലുകളിലും പത്രങ്ങളിലും വന്ന വാർത്തയാണ്. നിയമവകുപ്പ് കൊടുത്തിരിക്കുന്ന ഉപദേശം, ഇത് നയപരമായ തീരുമാനം എടുക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ നയപരമായ പോളിസി മാറ്റർ ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് അത് ഒരു മിനിസ്റ്റർ ലെവലിൽ പോലും ഫയൽ ഒപ്പിടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മിനിസ്റ്ററിൽ നിന്ന് അനുവാദം വാങ്ങിയോ എന്നൊരു ചോദ്യമുണ്ട്. ഫയൽ ഈ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അസോസിയേഷൻ ഒപ്പിടട്ടെ, ഇങ്ങനെ ഒരു ധാരണാപത്രം കേന്ദ്രവുമായി ഒപ്പിടട്ടെ എന്ന് പറഞ്ഞ് ഫയൽ സർക്കുലേറ്റ് ചെയ്ത് ആ ഫയലിൽ ശിവൻകുട്ടി മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒപ്പ് വാങ്ങിച്ചോ എന്നുള്ളതും ഇനി പുറത്തു വരേണ്ട കാര്യമാണ്. ഇങ്ങനെ ഒരു ധാരണാപത്രമാണ് ഒപ്പിടാൻ പോകുന്നത്, ഈ ധാരണാപത്രം ഒപ്പിട്ടോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ശിവൻകുട്ടി മന്ത്രിക്ക് ഫയലയച്ച്, അത് മുഖ്യമന്ത്രിക്ക് ഫയലയച്ച് അത് ഒപ്പിട്ടിട്ടുണ്ടോ ഒരു ചോദ്യമുണ്ട്. ഇനി അങ്ങനെ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അവിടെ നിന്നൊരു നോട്ട് താഴേക്ക് ശിവൻകുട്ടിക്ക് വഴി വാസുകിക്ക് കിട്ടിയിട്ടുണ്ടോ? അടുത്തൊരു ചോദ്യം, ഇതൊന്നുമില്ല, ശിവൻകുട്ടി തന്നെ ഒരു നോട്ട് തയ്യാറാക്കി താഴേക്ക് കൊടുത്തിട്ടുണ്ട്. ഓറൽ പറഞ്ഞുകൊണ്ട് കഥ നിൽക്കത്തില്ല, വാസുകിയുടെ ജോലി പോകും, വേറെ കഥയില്ല. അപ്പോൾ അതുകൊണ്ട് ഓറലിന് പ്രശ്നമില്ല. ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സെക്രട്ടേറിയറ്റിനകത്ത് ഫോണിൽ കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു റൂൾസ് ഓഫ് ബിസിനസ്സിൻ്റെയും സെക്രട്ടേറിയറ്റ് മാനുവലിൻ്റെയും സെക്രട്ടേറിയറ്റിൻ്റെ നിയമങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് എന്ന് നിയമവിദഗ്ധർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന് വലിയ വിവാദമാകാൻ സാധ്യതയുണ്ട്. എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്യാത്തൊരു വിഷയമായതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ കൃത്യമായി വാസുകി IASന് ഫയലിൽ ഇങ്ങനെ കിടന്നതിന് ശേഷം, ഫയലിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജാമ്യം എടുക്കാം, നമുക്ക് ആ ഫയലിലൊന്നുമില്ല, ക്ലീനായിട്ട് വന്നൊരു ഫയലാണ്, ഒപ്പിട്ടു എന്ന് പറയാം. പക്ഷേ ഫയലിൽ കിടക്കുകയാണ്. നിയമവകുപ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് നയപരമായി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതിനുശേഷം പോളിസിപരമായ ഒരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ ഒപ്പിടാവൂ. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടത് 2 സ്ഥലത്ത് ചർച്ച ചെയ്യേണ്ടി വരും. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റിയിൽ നയപരമായ കാര്യം ചർച്ച ചെയ്യേണ്ടി വരും. കാരണം ഇടതുപക്ഷ മുന്നണിയുടെ ഒരു കരാർ അല്ല, ഒരു ധാരണ അനുസരിച്ച് അല്ലെ രീതി അനുസരിച്ച്, അത് ഐക്യമുന്നണി ആയാലും BJP അങ്ങനെ തന്നെ, നയപരമായ പ്രത്യേകിച്ച് സ്റ്റേറ്റിൽ വലിയ തർക്കം നിൽക്കുന്നൊരു വിഷയത്തിൽ, സമൂഹത്തിൽ വലിയ വാദവും സംവാദവും വിവാദവും നിൽക്കുന്നൊരു വിഷയത്തിൽ ക്യാബിനറ്റ് ഒരു നയപരമായ തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും ബന്ധപ്പെട്ട പ്രധാന പാർട്ടികളിലോ ഇടതുപക്ഷ മുന്നണിയിലോ ചർച്ച ചെയ്തിട്ടുള്ളൊരു ചോദ്യം വരും. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മീറ്റിങ്ങിൽ നയപരമായ തീരുമാനമെടുക്കണം. ആ നയപരമായ തീരുമാനത്തിൽ ക്യാബിനറ്റിലേക്ക് വരണം, ക്യാബിനറ്റിൻ്റെ ഉത്തരവുണ്ടാകണം. ഓക്കെ, PM ശ്രീ പദ്ധതിയിൽ നമുക്ക് ഒപ്പുവെക്കാം. ഇങ്ങനെ ഒരു നോട്ടില്ലാതെ എങ്ങനെയാണ് വാസുകി IASന് ഇതിൽ ഒപ്പുവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഗൗരവമായ ചോദ്യമായി സെക്രട്ടേറിയറ്റിലെ IASകാരുടെ ഇടയിലും നിയമവിദഗ്ധരുടെ ഇടയിലും നിയമവകുപ്പിലും ചർച്ചയായിട്ടുണ്ട്. പൊതുഭരണ വകുപ്പ് ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകയാണ്. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും ഗൗരവമായി ഈ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ്, ചീഫ് സെക്രട്ടറി, കാരണം ചീഫ് സെക്രട്ടറിയാണ് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരിക നാളെ കോടതിയിൽ പോയാൽ. ചീഫ് സെക്രട്ടറി, പൊതുഭരണ വകുപ്പാണ് ഈ IASകാരുടെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നൊരു വകുപ്പ്. അതുപോലെ നിയമവകുപ്പ്, ഇത്രയും വകുപ്പുകൾ വളരെ ഗൗരവമായി ഈ വിഷയത്തിൽ സാഗൂതം നിരീക്ഷണത്തിലാണ്. എന്താണ് നിരീക്ഷിക്കുന്നത്? എങ്ങനെയാണ് ഒരു സെക്രട്ടറിക്ക്, അതും പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ആളല്ല, അല്ലെങ്കിൽ പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ആളല്ല, ചീഫ് സെക്രട്ടറി അല്ല, ഒരു സെക്രട്ടറിക്ക് ഇങ്ങനെ സർക്കാരിൻ്റെ നയപരമായ തീരുമാനമെടുക്കേണ്ടുന്നൊരു വിഷയത്തിൽ
അതിൽ അങ്ങനെ ഒരു തീരുമാനം വരാതെ ക്യാബിനറ്റ് 2 പ്രാവശ്യം ഡെഫർ ചെയ്ത വിഷയത്തിൽ എങ്ങനെയാണ് ഒരു തീരുമാനമെടുക്കാൻ പറ്റുക? അങ്ങനെ എങ്ങനെ ഒപ്പിടാൻ പറ്റും? ഒപ്പിട്ട് ഇനി കുറേ പണം ഇങ്ങ് വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയുക? അതും എളുപ്പമല്ല. മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരത്തെ പോയി കണ്ട്, മുഖ്യമന്ത്രിയെല്ലാം പോയി കണ്ട് ചില മറ്റ് പ്രോജക്റ്റുകൾക്ക് പണം ചോദിച്ചപ്പോൾ ഇതുകൂടി ചെയ്താലേ പൈസ കിട്ടുള്ളൂ എന്നുള്ള സമ്മർദ്ദം കൂടി വന്നതുകൊണ്ട് ഇത് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിൽ നിന്ന് പിന്മാറി കുറച്ച് പൈസ തന്നതിന് ശേഷം ഞങ്ങളിതാ ഫലോക്കേഷൻ എല്ലാം നെറ്റ് വഴിയും ഓൺലൈനും ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യും. കാരണം അവിടെ മാത്രമല്ല, ഇവിടെ ഇത് പ്രശ്നമുണ്ടെന്ന് സെൻട്രലിന് അറിയാം. അതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വളരെ വേഗത്തിലായിരിക്കും പണം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പണവും ട്രാൻസ്ഫർ ചെയ്യും. പണം ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഇവിടെ കിടന്നിട്ട് തിരിച്ചടയ്ക്കാൻ പണം പറ്റുമോ? ആ കരാർ ലംഘിക്കാൻ പറ്റുമോ? വളരെ ഗുരുതരമായ ഭരണ പ്രതിസന്ധിയും ഇതിനകത്തുണ്ട്, നിയമപ്രതിസന്ധിയുണ്ട്. ഇത് സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ മാത്രമേ ഇതും അറിയാൻ പറ്റുള്ളൂ. ചാനലിലിരുന്ന് രാവിലെയും വൈകുന്നേരം ഇരുന്നിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ട് ഇതിനകത്ത്. ഒന്ന് നിയമപരമായ ചില പ്രശ്നങ്ങൾ, പോളിസി ലെവലിലുള്ള ചില പ്രശ്നങ്ങൾ, സെക്രട്ടേറിയറ്റ് മാനുവലിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ റൂൾസ് ഓഫ് ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ആ കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പിന്നെ ഫയലിൽ കിടക്കുന്ന തീരുമാനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. ഫയലിൽ എഴുതിയിട്ടിരുന്നാൽ അത് കാണാതെ ഒരു സെക്രട്ടറി ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഫയൽ പഠിച്ചില്ല എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഫയൽ അതോ ഇനി പഠിച്ച് അവർ ഇങ്ങനെ നിയമവകുപ്പ് കൂടെ ഇട്ടിരിക്കുന്നത് കൊണ്ട്, ഇത് പോളിസിപരമായ തീരുമാനമായതുകൊണ്ട് അവരെ ലെവലിൽ എടുക്കാതെ ഒരു ചീഫ് സെക്രട്ടറി ലെവലിലേക്കോ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ ലെവലിലേക്കോ ഫയൽ വിട്ടോ? വലിയൊരു ചോദ്യമാണ്. ഇത് സെക്രട്ടേറിയറ്റിൽ നിന്ന് വിവരാവകാശ രേഖ വഴി എടുക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ വിട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വാസുകി IAS ഇതിന് ചിലപ്പോൾ ഉത്തരം പറയേണ്ടി വരും. ഒപ്പിട്ട ആളെന്നുള്ള നിലയിൽ അവരും ഉത്തരം പറയേണ്ടി വരും. കാരണം മന്ത്രിമാർ പറയുന്ന, മുഖ്യമന്ത്രി പറയുന്ന, ഓറലായി പറയുന്ന, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറയുന്ന, ഇനി അഥവാ പേപ്പറിലൂടെ ആവശ്യപ്പെട്ടാൽ പോലും തങ്ങളുടെ ഡിസെൻറ്റ് നോട്ട് അല്ലെങ്കിൽ തങ്ങളുടെ അഭിപ്രായം കറക്റ്റായിട്ട് രേഖപ്പെടുത്തുവാൻ, കൃത്യമായി രേഖപ്പെടുത്തുവാൻ IASകാർക്ക് കഴിയണം. അതാണ് അവരുടെ പ്രധാന ജോലി. അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ, അല്ല എല്ലാ ഫയലും എതിർപ്പ് എഴുതണമെന്നല്ല, അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ, അവർക്ക് ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒബ്സർവേഷൻ ഫയലിൽ രേഖപ്പെടുത്തണം. ഇനി വാസുകി ഒരു കാര്യം കൂടി ചെയ്തോ എന്ന് നോക്കാം. ഇങ്ങനെ ഇത് പോളിസി ലെവൽ തീരുമാനമായതുകൊണ്ട് പോളിസി ലെവൽ തീരുമാനത്തിൽ നിന്ന് 2 പ്രാവശ്യം ക്യാബിനറ്റ് ഡിഫർ ചെയ്തതാണെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ, കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വാങ്ങേണ്ട സാഹചര്യത്തിൽ, ടൈം ബൗണ്ടായിട്ട് പ്രോജക്റ്റിൽ നടപ്പിലാക്കേണ്ട സാഹചര്യത്തിൽ ഒപ്പിടുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു 2 പേജ് നോട്ട് ഇങ്ങനെ വിശാലമായി വാസുകി എഴുതി പിടിപ്പിച്ചിട്ടുണ്ടോ? അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സെക്രട്ടറി കുടുങ്ങും. അതിനകത്ത് ഒരു തർക്കവുമില്ല. ഇത് പോളിസി തീരുമാനമാണ്. ഒരു സർക്കാരിൻ്റെ പോളിസി തീരുമാനത്തെ എങ്ങനെയാണ് ഒരു സെക്രട്ടറി ലെവലിലുള്ള ആൾ ഇത്ര വേഗത്തിൽ കയറി ഒപ്പിടുന്നതെന്നുള്ള ചോദ്യം വളരെ ഗൗരവമായ ഒരു ചോദ്യമായി സെക്രട്ടേറിയറ്റിൻ്റെ ചുവരുകൾക്കുള്ളിൽ വല്ലാതെ അലയടിക്കുന്നുണ്ട്.